കണ്ണൂരിലേക്ക് പോയാൽ അവിടെ പഴശ്ശി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിരിക്കുന്നു. പവർ ഹൗസിന്റെ നിർമ്മാണ സാമഗ്രികൾ ഒലിച്ചുപോയിട്ടുണ്ട്. ഡാമിലേക്ക് അതിശക്തമായ കുത്തൊഴുക്ക് നമുക്ക് കാണാം. അവിടെ നിന്ന് അർജുൻ കല്യാട് ചേരുകയാണ്. അർജുൻ, എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഡാമിന്റെ ഷട്ടറുകളെല്ലാം തുറക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണോ? വിനീത, തീർച്ചയായിട്ടും അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിൽ മിക്കയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ പഴശ്ശി അണക്കെട്ടിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. കുത്തിയൊലിച്ച് പഴശ്ശി അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 16 ഷട്ടറുകളാണ് പഴശ്ശി അണക്കെട്ടിന് ആകെയുള്ളത്. അതിൽ 15 ഷട്ടറുകളും ഇപ്പോൾ തുറന്നിരിക്കുന്നു. അതായത് പഴശ്ശി അണക്കെട്ടിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാധ്യത അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 15 ഷട്ടറുകളും തുറന്ന് ഈ വെള്ളം പുറത്തേക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പഴശ്ശി അണക്കെട്ടിനോട് ചേർന്ന് തന്നെ ഒരു പവർ ഹൗസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ നിർമ്മാണം നടക്കുന്ന മേഖലയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രദേശത്തായിരുന്നു പവർ ഹൗസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെ ആ മേഖലയിൽ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അവിടെ ഈ പറയുന്ന അണക്കെട്ടിന് ചേർന്ന് തന്നെ വെള്ളം ഈ ഭാഗത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബണ്ട്, ഒരു കോൺക്രീറ്റിൻ്റെ മതിൽ ആ ഭാഗത്ത് കെട്ടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. മണ്ണും അതുപോലെ മറ്റ് സാധനങ്ങളും കോൺക്രീറ്റിൻ്റെ ഒരു വലിയൊരു ഭിത്തിയുമൊക്കെ അവിടെ ഉള്ളതാണ്. നമുക്കവിടെ അതിൻ്റെ ഏറ്റവും അഗ്രഭാഗം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതിന് ഒരു ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്ന മണ്ണ് അപ്പാടെ തന്നെ ഒലിച്ചു പോവുകയും ആ ബണ്ട് പൊട്ടി ഈ വെള്ളം ഈ പവർ ഹൗസ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ സാമഗ്രികളും മോട്ടോറുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മറുഭാഗത്തെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ പറയുന്ന ഈ മേഖലയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന നിർമ്മാണ വസ്തുക്കൾ, അതായത് നിർമ്മാണ യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നും അല്പം മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനിയും ഒരുപക്ഷെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. ആ പ്രവൃത്തി ഒരു ഭാഗത്ത് നടക്കുകയാണ്. മറുഭാഗത്ത് ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ എപ്പോഴായിരുന്നു ഇതിൻ്റെ ഈ പവർ ഹൗസിൻ്റെ മേഖലയിലേക്ക് ഉൾപ്പെടെ ബണ്ട് പൊട്ടി വെള്ളം ഈ ഭാഗത്തേക്ക് വരാൻ ഏത് സമയത്തായിരുന്നു? ഏകദേശം ഒരു 1:30 പിന്നെ ജലനിരപ്പ് ക്രമാതീതം ലെവലായിരുന്നു. അതിനുശേഷം ഒരു 4 മണി 5 മണിയോടുകൂടി 4 മണി ആ ടൈമിനോടുകൂടി നല്ലവണ്ണം വെള്ളം പൊന്താൻ തുടങ്ങി, പവർ ഹൗസ് മൂടാൻ തുടങ്ങി. അതായത് അല്പസമയം മുമ്പ് തന്നെയാണ് ഇത്? അതെ അതെ. പിന്നെ പറയുന്ന നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ന് പിന്നെ രാവിലെ ജലനിരപ്പ് കൂടുതലായതുകൊണ്ട് പണി മൊത്തമായിട്ട് നിർത്തി. തൊഴിലാളികൾ ആരും ഒന്നുമില്ലായിരുന്നു. ഇല്ല. പക്ഷെ തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും അത് തന്നെയാണ് നമുക്ക് ഇതിൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. ഈ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരുന്ന അവിടെയുള്ള മോട്ടറുകളും ബാരലുകളും ഒക്കെ ഈ ജലത്തിൽ, ഈ പറയുന്ന വെള്ളത്തിൽ ഒഴുകി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതൊക്കെ പരമാവധി ഒലിച്ചു പോവാതിരിക്കാൻ കയറുകൊണ്ട് ഒരു ഭാഗത്ത് കെട്ടിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുത്തി ഒലിച്ചെത്തുന്ന ഈ മലവെള്ളപ്പാച്ചിലിൽ ഇതൊന്നും ഒരു പക്ഷേ അതൊന്നും അവിടെ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ പറയുന്നത്. ആ ഭാഗത്ത് ബാരലുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ദിനേശ് ചെറുപഴശ്ശി ആ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ 2-3 ബാരലുകളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. അതേസമയം തന്നെ അതിനപ്പുറത്തുള്ള ഈ പൈപ്പ്, അത് മോട്ടറിൻ്റെ ഭാഗത്തുള്ള പൈപ്പുകളാണ്. ഈ ഭാഗത്ത് ഈ മിഷനറി സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഭാഗം കൂടിയാണ്. ഒരുപക്ഷെ ഇനിയും ജലനിരപ്പ് വരാനുള്ള സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ഈ മിഷൻസ് ഉൾപ്പെടെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് എടുത്തു നീക്കും എന്നുള്ളതാണ്. മറുഭാഗത്ത് നമ്മൾ ഇവിടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളൊക്കെ തമ്പടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ന് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവിടെ ജോലി പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു വലിയ അപകടം സംഭവിക്കാതെ അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് പോവാതിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ കുത്തൊഴുക്കും വലിയ മഴയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. പഴശ്ശി അണക്കെട്ടിൻ്റെ 16 ഷട്ടറുകളിൽ 15 ഷട്ടറുകളും തുറന്നിരിക്കുന്നു. ആ 15 ഷട്ടറുകളിലൂടെയും പരമാവധി വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതാണ് വിനീത, 2018 പ്രളയത്തിന് ആ സാഹചര്യത്തിലൊക്കെ അതിന് മുൻപുമൊക്കെയായി പഴശ്ശി അണക്കെട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുകൂടി, അതായത് പെട്ടെന്ന് ഈ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇതിന് മുകളിലൂടെ ഉൾപ്പെടെ വെള്ളം പുറത്തേക്ക് ഒഴുകിയ സാഹചര്യം ഉൾപ്പെടെ മുൻപുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത്തരമൊരു സാധ്യതകൾ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നേരത്തെ തന്നെ പരമാവധി ഷട്ടറുകൾ തുറന്ന് പരമാവധി വെള്ളം
പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വളപട്ടണം പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. കണ്ണൂരിൻ്റെ മലയോര മേഖലയിലെല്ലാം ശക്തമായ രീതിയിലുള്ള മഴയാണ്. അതിപ്പോൾ ഇരിട്ടി, മാട്ടറ, അതുപോലെ തന്നെ മണിക്കടവ്, കരുവഞ്ചാല്, ആലക്കോട് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നു. എന്തായാലും അതിശക്തമായിട്ടുള്ള മഴയാണ് കണ്ണൂരിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പഴശ്ശി അണക്കെട്ടിൻ്റെ പവർ ഹൗസ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തു നിന്നും അതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ ബണ്ട് പൊട്ടി ഒലിച്ചു പോകുന്ന സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ശക്തമായ രീതിയിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിലവിലെ ഒരു സാഹചര്യം എന്താണ് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത്? പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും, അതായത് കൊട്ടിയൂരിൽ നിന്നും അമ്പായത്തോട് നിന്നുള്ള പോലീസ് സേനാംഗങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ ഈ പറയുന്ന ഗതാഗതം തടസ്സപ്പെട്ട കാര്യം അറിയാതെ ആ മേഖലയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അറിയിപ്പായി തന്നെ നൽകണം എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം ആ മേഖലയിലേക്ക് ഒരുപാട് വാഹനങ്ങൾ എത്തുന്നത് വലിയ അപകടമാണ് വലിച്ചു വരുത്തുക. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് എത്തരുത്. പരമാവധി ആളുകൾ വയനാട് ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കാൻ കഴിയാവുന്ന ഒഴിവാക്കണം. അല്ലാതെ അത്യാവശ്യ യാത്രകൾക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു ബദൽ പാതയായിട്ടുള്ള ഈ പറയുന്ന ബോയ്സ് ടൗൺ വഴി അല്ലാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാതയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. ഇതുവഴി നടന്നു പോലും ആളുകൾ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുമുണ്ട്. വിനീത.